Assalamu alaikum. Alhamdulillah, ayah number 11 ആണ്. അപ്പോൾ Allah was telling about our creation. Dirty വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്നു ആൻഡ് ഫോം ചെയ്യുന്നു, നമ്മളെ എല്ലാ കാര്യങ്ങളും തരുന്നു, റൂഹ് തരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ they are saying, what nonsense, നമ്മൾ മണ്ണിൽ അലിഞ്ഞു തരുന്ന ആൾക്കാരെ എങ്ങനെ റിസറക്റ്റ് ചെയ്യണു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആൻഡ് അള്ളാഹ് ഇസ് ടെല്ലിംഗ് പ്രോഫറ്റ് ടു സേ ദാറ്റ് കുൽ യതവഫാക്കും മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് ഇസ് ദ ഏഞ്ചൽ ഓഫ് ഡെത്ത്. ഓക്കെ, ബിക്കോസ് അള്ളാഹ് ഹാസ് അസൈൻഡ് പല മലക്കുകൾക്കും പല ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുൽ മൗത്ത് ഇസ് ദ വൺ ഹൂ ടേക്സ് അവർ സോൾ മരിക്കുമ്പോൾ. അപ്പോൾ ഹീ വിൽ റിസീവ് യതവഫാക്കും, ഹീ വിൽ ടേക്ക് ഔട്ട്. ഓക്കെ, അല്ലെങ്കിൽ ടേക്കിംഗ് സംതിങ് വിച്ച് ഇസ് എക്സിസ്റ്റിംഗ്, അതാണ് യതവഫാക്കും എന്ന് പറയുന്നത്, തവഫ എന്ന് പറയുന്നത്. അപ്പോൾ മലക്കുൽ മൗത്ത് വന്ന് നിങ്ങളുടെ റൂഹ് എടുക്കുന്നു. അല്ലദീ വുക്കില ബിക്കും, ദ വൺ ഹൂ ഇസ് given the responsibility, okay, in charge. Wukila എന്ന് പറഞ്ഞാൽ who is in charge of you to take the ruh, okay. And thumma ila rabbikum turjaun, and then you will ila rabbikum, to your Lord you will be returned എന്ന് പറയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മലക്കുൽ മൗത്ത് വന്ന് നിങ്ങളുടെ റൂഹ് എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ പടച്ചോൻ്റെ അടുത്തേക്ക് യു ആർ ഗോയിങ് ബാക്ക്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആയ നമ്പർ 12. വലൗ തറ ഇദൽ മുജ്രിമൂന നാക്കിസു. നാക്കിസു എന്ന് പറയുമ്പോൾ ഹാങ്ങിങ് ആൻഡ് ലോവറിങ് ദ ഹെഡ് ഇൻ ഹ്യൂമിലിയേഷൻ, ഇൻ ഷെയിം ബിഫോർ അല്ലാഹ്. അപ്പോൾ ആഫ്റ്റർ ദ റിസറക്ഷൻ യു കുഡ് സീ, ലവ് തറ, ഇഫ് ഓൺലി യു കുഡ് സീ ഇദൽ മുജ്രിമൂന, ദ മുജ്രിം എന്ന് പറഞ്ഞാൽ ദ ക്രിമിനൽസ്, ദ വിക്കഡ് മെക്കൻ പീപ്പിൾ, ഖുറൈഷ് ഓർ ഹൂഎവർ ഈസ് ഹു ഹാസ് ഡൺ ഓൾ ദ സിൻസ്, നെവർ ബിലീവ്ഡ് ഇൻ അല്ലാഹ്. അവർ പടച്ചോൻ്റെ മുമ്പിൽ ഇങ്ങനെ നാക്കിസു, ഹ്യൂമിലിയേറ്റ് ആയിട്ട് തല കുനിച്ച് നിൽക്കുമ്പോൾ അവരെന്താ ചെയ്യണത്? ക്രൈയിങ്. നാക്കിസു റുഊസിഹും, അത് ഞാൻ പറഞ്ഞില്ല. റുഊസിഹും എന്ന് പറഞ്ഞാൽ their head. ഓക്കെ, റഅസ്, റുഊസ്, their head. നാക്കിസു റുഊസിഹും ഇൻ ദ റബ്ബിഹിം, ഇൻ ഫ്രണ്ട് ഓഫ് അല്ലാഹ്. ഓക്കെ, എന്നിട്ട് അവർ കിടന്ന് കരയാണ്. റബ്ബന അബ്സർന, റബ്ബന, ഓ അല്ലാ, വി ഹാവ് സീൻ, ഞങ്ങൾ കണ്ടിപ്പോൾ. ഓക്കെ, നിന്നെ കണ്ടു, കാര്യങ്ങൾ കണ്ടു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സമയാന, ആൻഡ് വി ഹാവ് ഹേർഡ് എവറിത്തിങ്, വി ഹാവ് സീൻ, വി ഹാവ് ഹേർഡ് എവറിത്തിങ്, വാട്ട് എവർ യു സെഡ് ആൻഡ് വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഫർജിഅന, ഞങ്ങളൊന്ന് തിരിച്ചു വിടുമോ പ്ലീസ്. നഅമലു, വി വിൽ ഡു വാട്ട്? സ്വാലിഹൻ, സ്വാലിഹായ കാര്യങ്ങൾ. വി വിൽ ഡു ഗുഡ്, നല്ല കാര്യങ്ങൾ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ചെയ്യാം. ഇന്ന മൂഖിനൂൻ, ആൻഡ് വി വിൽ ട്രൂലി ഹാവ് മൂഖിനൂൻ, ഫെയ്ത്ത് ഇൻ യു നൗ. കണ്ട, അപ്പം എല്ലാം കഴിഞ്ഞ് തിരിച്ച് പടച്ചവൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ തലയെല്ലാം കുനിഞ്ഞു, എല്ലാം കണ്ട് ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. അപ്പം അവർ പറയണേ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങളെ തിരിച്ചു വിട്, ഞങ്ങളവിടെ പോയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ കംപ്ലീറ്റ് നിന്നിൽ ഫെയ്ത്ത് ആക്കാം എന്ന് അവർ കരഞ്ഞ് പടച്ചവൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇനി വല്ല രക്ഷയുണ്ടോ? നോ രക്ഷ. നമ്മളുടെ റൂഹ് ഇവിടെ വരെ വരെ നമുക്ക് സമയമുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ സമയം കഴിഞ്ഞു. നമ്മൾ ചെയ്ത തെറ്റുകൾ പടച്ചവനോട് മാപ്പ് ചോദിക്കാൻ, പൊരുത്തപ്പെടാൻ, നമ്മൾ ഹേർട്ട് ചെയ്ത ആൾക്കാരോട് പൊരുത്തപ്പെടൽ ചോദിക്കാൻ, ഇതിനെല്ലാം നമുക്ക് സമയം തന്നിട്ടുണ്ട് പടച്ചവൻ. ഇവിടെ ഇത് റൂഹ് വരുന്നവരെ, അത് കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ടുപോയി. അപ്പോൾ ദുനിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആൾക്കാരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം മാപ്പ് ചോദിക്കാൻ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അഹങ്കാരം, ഈഗോ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. പടച്ചവൻ്റെ മുമ്പിൽ ചെന്ന് തല ഉയർത്ത് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഈഗോ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി നമുക്ക് ആരുടെ അടുത്തും ക്ഷമ ചോദിക്കാം. അതിന് അവരതിന് നമ്മൾ അയ്യേ അവൾ വന്ന് കണ്ട് അവളെ എന്നിട്ട് ക്ഷമ ചോദിച്ചു കണ്ടില്ലേ എന്ന് വെച്ചാൽ അഹങ്കരിച്ചോട്ടെ, നോട്ട് എ പ്രോബ്ലം. നമ്മൾ പടച്ചവൻ്റെ മുമ്പിൽ ഇവിടെയാണ് നിൽക്കണേ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷനൊന്നും വേണ്ട. ആരോടെങ്കിലും ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിക്കുക. പടച്ചവനോട് ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങൾ, പടച്ചപ്പം നിസ്കാരം ചെയ്തില്ല, നോമ്പ് പിടിച്ചില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പടച്ചവൻ്റെ റൈറ്റ്സ് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പടച്ചവനോട് ക്ഷമ ചോദിക്കുക. ആരെങ്കിലും ഹേർട്ട് ചെയ്യണമെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ചിട്ട് അതിന് ശേഷം പടച്ചവനോട് ക്ഷമ ചോദിക്കുക. ഇതെല്ലാം നമുക്ക് ദുനിയയിൽ വെച്ച് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ കുറേ ചെയ്തിട്ടുള്ള ആളാണ്. അവസാനം സോറി പറഞ്ഞ് ഞാൻ കുഴഞ്ഞെന്ന് പറയാം. അമ്മാതിരി ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ദ സിൽസില continues
എന്ന് പറയുന്ന പോലെ ഇറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. മനസ്സിലായില്ലേ? ക്ഷമ പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ ക്ഷമ ചോദിക്കും. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. പഠിച്ചോൻ നമ്മളോട് ഈ ലെവലിലെത്താനല്ല പറഞ്ഞേക്കണം. പഠിച്ചോൻ പറഞ്ഞേക്കണം എവറി ഡേ ട്രൈ ടു ഇംപ്രൂവ് ലിറ്റിൽ ബൈ ലിറ്റിൽ. ഓക്കെ, ഇച്ചിരി ട്രൈ ചെയ്യുക. അല്ലാ സീസ് ദ എഫേർട്ട്, അല്ലാ ഡോണ്ട് സീ ദ റിസൾട്ടിലേക്കല്ല പഠിച്ചോൻ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ? ഒരാൾ വീട്ടിൽ സ്ഥിരമായിട്ട് അടിയുണ്ടാക്കുന്ന ആളാണെങ്കിൽ, തല്ലണ ആളാണെങ്കിൽ, അയാൾ ഒരു ദിവസം പഠിച്ചവനെ പേടിച്ചിട്ട് ഓക്കെ ഇന്ന് ഞാൻ തല്ലില്ല എന്ന് പറഞ്ഞിട്ട് അയാളത് അടുത്തൊരു ഇൻസ്റ്റൻസ് വരുമ്പോൾ തല്ലടേന് പകരം ദേഷ്യപ്പെട്ടിട്ട് മിണ്ടാതിരുന്നു മതി. അപ്പോൾ പഠിച്ചവൻ കണ്ട എനിക്ക് വേണ്ടി അവൻ തല്ലിയില്ല, അവൻ ദേഷ്യപ്പെട്ടവരെത്തി, പക്ഷെ അതിനുശേഷം അവൻ കൺട്രോൾ ചെയ്ത് തല്ലിയില്ല. അപ്പോൾ ദാറ്റ് ഈസ് ആൻ എഫേർട്ട് വിച്ച് യു ഹാവ് പുട്ട് ഓൺ യുവർ സൈഡ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ യു നോട്ട് ടു തല്ലഫൻ. പക്ഷെ എന്നിട്ട് നിങ്ങൾ തല്ലിയില്ല. എന്തിനു വേണ്ടി? പഠിച്ചവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാ സീസ് ദാറ്റ് എഫേർട്ട്. ഇറ്റ്സ് സോ ഈസി, നോ? Islam is amazing, it's so beautiful, it's simple, everywhere it's gain. Alhamdulillah.